പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അഭിഷേകം എന്നെ എന്ന വചന സന്ദേശത്തിലേക്ക് ഈ പ്രഭാതത്തിൽ എല്ലാവർക്കും സ്വാഗതം. യോബിന്റെ പുസ്തകത്തെക്കുറിച്ച് ആഴത്തി ചിന്തിക്കുമ്പോൾ 11-ാം അധ്യായത്തിൽ മൂന്നാമത്തെ സ്നേഹിതൻ യോബിനെ കുറ്റപ്പെടുത്തുവാൻ ഇടവരുന്നു. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യോബ് അതിന് മറുപടി പറയുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സകല കുറ്റപ്പെടുത്തലുകളുടെയും നടുവിൽ നിന്നുകൊണ്ട് യോബ് എന്നെ അറിയുന്ന ദൈവത്തെ ഞാൻ അറിഞ്ഞ് ഞാൻ ദൈവത്തിൻ്റെ കൂടെയായിരിക്കുന്നു. ദൈവത്തിൻ്റെ പരമാധികാരം മനുഷ്യൻ്റെതല്ല. ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും ദൈവം കുറ്റപ്പെടുത്തുന്നില്ലെങ്കിൽ, ദൈവം എൻ്റെ പക്ഷത്തെങ്കിൽ നമ്മൾ ആരും ഭയപ്പെടേണ്ടതില്ല. യോബ് വ്യക്തമായി പറയുകയാണ്, ദൈവം എന്നെ നടത്തിയ ദൈവമാണ്. കാരണം മനുഷ്യർ, സ്നേഹിതന്മാർ പലപ്പോഴും കുറ്റപ്പെടുത്തുമ്പോൾ കുറ്റപ്പെടുത്താത്ത ഒരേ ഒരാളുണ്ടെങ്കിൽ അത് കർത്താവായ യേശു മാത്രമാണ്, ദൈവമാണ്. നമുക്കറിയാം, ഇവിടെ 7-ാമത്തെ വാക്യത്തിൽ എങ്ങനെയാ പറയുന്നത്? മൃഗങ്ങളോട് ചോദിക്കുക, അവ നിന്നെ ഉപദേശിക്കും. ആകാശത്തിലെ പക്ഷികളോട് ചോദിക്കുക, അവ പറഞ്ഞു തരും. കണ്ടോ, കർത്താവ് ഇവിടെ മനുഷ്യരോട് പറയുന്ന ഒരു സന്ദേശമാണ്. ഇതേപോലെ തന്നെ യെശയ്യാ പുസ്തകത്തിലും പറയുന്നുണ്ട്, ആകാശമേ കേൾക്കുക, ഭൂമിയെ ചെവി തരിക. ഞാൻ മക്കളെ പോറ്റി വളർത്തി, അവരെന്നോട് മത്സരിക്കുന്നു. കാള തന്റെ ഉടയവനെയും കഴുത തന്റെ യജമാനെയും അറിയുന്നു, എന്നാൽ എൻ്റെ ജനം എന്നെ അറിയുന്നില്ല. ദൈവത്തെ അറിഞ്ഞ ഇയ്യോബ്, ദൈവത്തിന്റെ കൂടെ ഇരിക്കുന്ന ഇയ്യോബ്, ഇയ്യോബിന് ദൈവത്തെ അറിയാം. കണ്ടോ, മൃഗങ്ങൾ നിങ്ങളെ ഉപദേശിക്കും. ബിലെയാമിന്റെ കഴുതയെ നമുക്ക് കാണാൻ കഴിയും. ഉപദേശിക്കുന്ന കഴുത സംസാരിക്കുന്നതായി കാണാൻ കഴിയും. കണ്ടോ, പഠിപ്പിക്കുന്ന മൃഗങ്ങളെ നോക്കി പല കാര്യങ്ങളും നമുക്ക് പഠിക്കാനുണ്ട്. പ്രിയമുള്ളവരെ, ദൈവം നമ്മളെ പഠിപ്പിക്കുവാൻ വേണ്ടിയാണ് കടന്നു വന്നത്. വീണ്ടും താഴോട്ട് നോക്കുക, സകല ജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിൻ്റെയും ശ്വാസവും അവൻ്റെ കയ്യിൽ ഇരിക്കുന്നു. ഇതിന്റെ 13-ാമത്തെ വാക്യമാണ് ഇതിന്റെ താക്കോൽ വാക്യം. ജ്ഞാനവും ശക്തിയും ദൈവത്തോട് കൂടെയാണ്, ആലോചനയും വിവേകവും അവനുള്ളതാണ്. ജ്ഞാനവും ശക്തിയും ദൈവത്തോട് കൂടെയാണ്, ആലോചനയും വിവേകവും അവനുള്ളതാണ്. ദൈവത്തിന്റെ അടുക്കൽ ചെല്ലുന്നവർക്കോ ഇത് പ്രാപിക്കാൻ കഴിയത്തുള്ളൂ. കാരണം എത്ര വലിയ തകർച്ചയുടെ നടുവിലും, ആരെല്ലാം കുറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തലിന്റെ നടുവിലും കാക്കുന്നൊരു ദൈവമുണ്ട്. യോബിന് ഉറപ്പായിരുന്നു, ആരെല്ലാം തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു ദൈവത്തിന്റെ കൂടെ യോബിന് സ്വാതന്ത്ര്യത്തോടെ കർത്താവിന്റെ കൂടെ ജീവിക്കാൻ യഥാർത്ഥ ജ്ഞാനവും ശക്തിയും അറിവും അഭിഷേകവും ദൈവത്തിൽ നിന്നാണ് വെളിപ്പെട്ടു വരുന്നത്. ദൈവത്തിന്റെ ശബ്ദം കേട്ട യോബ് ദൈവത്തോട് കൂടെ ജീവിക്കുമ്പോൾ നഷ്ടങ്ങളുടെ കണക്ക് മാത്രമേ യോബിന്റെ ജീവിതത്തിലുള്ളൂ. പരാജയങ്ങളുടെ കണക്ക് മാത്രമേ യോബിന്റെ ജീവിതത്തിലുള്ളൂ. തകർച്ചയുടെ കണക്ക് മാത്രമേ യോബിന്റെ ജീവിതത്തിലുള്ളൂ. സ്നേഹിതന്മാര് ഒറ്റപ്പെടുത്തുന്ന അവസ്ഥയുടെ നടുവിലായിരുന്നു യോബിന്റെ ജീവിതം. ഇതുപോലെ ആത്മീയരായ നമ്മളെ എതിർക്കുവാനും കുറ്റപ്പെടുത്തുവാനും മാറ്റി നിർത്തുവാനും പരിഹസിക്കുവാനും ആളുകളുണ്ട്. അവിടെ നടുവിൽ ഒറ്റൊരു കാര്യമുള്ളൂ, ദൈവത്തെ നോക്കുക, ദൈവത്തെ കാണുക, ദൈവത്തെ അറിയുക, ദൈവത്തെ അനുഭവിക്കുക.
അവരുടെ കൂടെ നമുക്ക് പോകാൻ കഴിയും. എല്ലാവർക്കും മറുപടി കൊടുക്കുന്നത് ദൈവത്തിന്റെ ശബ്ദമായിരിക്കണം. ആരെയും വേദനിപ്പിച്ച് മറുപടി കൊടുക്കരുത്. ആരെയും ഭാരപ്പെടുത്തി നമ്മളൊന്നും ചെയ്യരുത്. കർത്താവ് എപ്പോഴും നമ്മുടെ കൂടെ ദൈവസാന്നിധ്യത്തോട് ഉയ്യോന് കൂടെയുള്ളതുപോലെ തകർച്ചയുടെ നടുവിൽ സ്തോത്രം പറയുമ്പോൾ അതിന് ഭയങ്കര ബലമാണ്. നമുക്കും അങ്ങനെ സ്തോത്രത്തോടു കൂടെ കർത്താവിൻ്റെ കൂടെ ജീവിക്കാം. കർത്താവിനോട് പറയാം, കർത്താവേ, അവൻ്റെ ജ്ഞാനവും ശക്തിയും ആലോചനയും കൃപയും എനിക്ക് തന്നെ എന്നെ നടത്തണം, എന്നെ ബലപ്പെടുത്തണം, യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ.